ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിൻ്റെ നിങ്ങൾക്ക് ഇന്ന് നടന്നിട്ടുള്ള അതായത് ഓണപ്പരീക്ഷൻ്റെ ആൻസർ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ എക്സാം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈസി ആയിരുന്നോ ടഫ് ആയിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം. അതേപോലെ തന്നെ ഈ ഒരു ചോദ്യ പേപ്പറിൽ ആകെ 6 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ചിലത് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ചോയ്സസ് ഉണ്ട്. ഓക്കെ, 2 എണ്ണത്തിൽ അങ്ങനത്തെ ഒരു ചോയ്സ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ ചോദ്യമാണ്, എക്സാമിൻ ദ ഫുഡ് ചെയിൻ ഗീവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് വൺ. അപ്പോൾ താഴെ കൊടുത്തതിൽ കുറച്ച് ഫുഡ് ചെയിനാണ് ഇവിടെ താഴെ കൊടുത്തത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. എ നോക്കിക്കേ, ഗ്രാസ്, ടൈഗർ, കൗ. പിന്നെ ബി ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. പിന്നെ സി ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, റാബിറ്റ്, ഫോക്സ്. പിന്നെ ഡി ഗ്രാസ്, ലെപ്പേർഡ്, ഫ്രോഗ്, റാബിറ്റ്, ഈഗിൾ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? സിമ്പിളാണല്ലേ? അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കാരണം ഗ്രാസ് കഴിക്കുന്നത് ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഗ്രാസ് ഹോപ്പറിനെ കഴിക്കാൻ ഫ്രോഗ് ഉണ്ട്, ഫ്രോഗിനെ കഴിക്കാൻ സ്നേക്ക് ഉണ്ട്. ഇനി ഇവിടുത്തെ ബി ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ ഫുഡ് ചെയിൻ വെൻ ദ നമ്പർ ഓഫ് ഇന്ത്യൻ റാറ്റ് സ്നേക്ക് ഡിക്രീസസ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫുഡ് ചെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാഡി, റാറ്റ്, റാറ്റ് സ്നേക്ക്, ഈഗിൾ. അപ്പം ഇതിൽ നിന്ന് ഈ റാറ്റ് സ്നേക്ക് കുറഞ്ഞു പോവുകയാണെങ്കിൽ, ഡിക്രീസ് ആവുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. എന്ത് നമുക്ക് പറയാം ഇവിടെ റാറ്റില്ലേ, ആ ഒരു റാറ്റ് സ്നേക്ക് ഇവിടെ കുറയുകയാണെങ്കിൽ റാറ്റിൻ്റെ എണ്ണം ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങും. ഇവിടുത്തെ ആൻസറായിട്ട് നമുക്ക് പറയാം, വെൻ റാറ്റ് സ്നേക്ക് ഡിക്രീസസ് നമ്പർ ഓഫ് റാറ്റ് ഗെറ്റ് ഇൻക്രീസസ് സോ ദേ കംസ് ഡിക്രീസ് ഇൻ പാഡി. എന്താണ് ഇവിടെ പറഞ്ഞത്? ഈ എലികളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അവർക്കൊക്കെ കഴിക്കാൻ പാഡി വേണ്ടേ. അപ്പോൾ കുറേ എലികൾ ഉണ്ടാകുമ്പോൾ ഈ നമ്പർ ഓഫ് പാഡി, ഓക്കെ, ഈ ഭക്ഷണത്തിന് അവിടെ ഷോർട്ടേജ് വരികയാണ് ചെയ്യുന്നത്, പാഡി അവിടെ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സി ചോദ്യമാണ്, പ്രിപ്പയർ എ ഫുഡ് വെബ് ഇൻക്ലൂഡിങ് ദ ഓർഗാനിസം ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ഈ ഓർഗാനിസം ഒക്കെ ബേസ് ചെയ്തിട്ടൊരു ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യാണ്. ഫുഡ് ചെയിൻ അല്ല, ഫുഡ് വെബാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് ഈ ഒരു രീതിയിലായിട്ട് നിങ്ങളിവിടെ ചെയ്ത് നോക്കിയാൽ മതി. 2 ഫുഡ് ചെയിനുകൾ ഒരുമിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ ചെയ്യാം. നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പാഡി ഫീൽഡ്, പോണ്ട്, ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്, ഫോറസ്റ്റ്, ഓഷ്യൻ, മാംഗ്രോവ് ആൻഡ് പോളാർ റീജിയൻ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്. ഫൈൻഡ് ഔട്ട് ദ ഹാബിറ്റേറ്റ് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം. അപ്പോൾ ഇവിടെ പാഡി ഫീൽഡ്, പോണ്ട്, കുളം, പിന്നെ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി, ഗ്രാസ് ലാൻഡ്, ഫോറസ്റ്റ്, ഓഷ്യൻ, മാംഗ്രോവ്സ്. ഓക്കെ, ഇതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ, പലതരം ഹാബിറ്റേറ്റാണ്, പലതരം ജീവികൾ ജീവിക്കുന്ന പലതരം ഹാബിറ്റേറ്റാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ടേബിളിൽ കുറച്ച് ഓർഗാനിസത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജീവികളൊക്കെ ഏതൊക്കെ ഹാബിറ്റേറ്റിലാണ് ജീവിക്കുന്നതെന്ന് എഴുതാനാണ്. സിമ്പിളാണ്. നോക്കിക്കേ, ക്യാമൽ എവിടെയാണ് അവർ താമസിക്കുന്നത്? ഏത് ഹാബിറ്റേറ്റിലാണ്? ഡെസേർട്ടിലാണ്. ടൈഗറോ ഫോറസ്റ്റിലാണ്. പിന്നെ പോളാർ ബെയർ എവിടെയാണ്? പിന്നെ എന്താണ്, പോളാർ റീജിയനിലാണ്. പിന്നെ ഡോൾഫിന് ജീവിക്കുന്ന എവിടെയാണ്? ഓഷ്യനിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. അപ്പോൾ 1ാമത്തെ ചോദ്യത്തിന് ആദ്യത്തേതിന് 1 മാർക്ക്, ബിക്ക് 2 മാർക്ക്, സിക്ക് 2 മാർക്കാണ്. പിന്നെ 2ാമത്തെ ചോദ്യത്തിൽ ഇതിൽ എക്ക്, അതായത് നമ്മളിപ്പം പറഞ്ഞതിന് 2 മാർക്ക് കേട്ടോ. ഇനി ബി ചോദ്യമാണ്, ഒബ്സർവ് ദ ഫിഗർ വിച്ച് ഈസ് ദ ഇൻവേസീവ് ഓർഗാനിസം, റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് ദാറ്റ് മേ ഒക്കർ ഇൻ ദ വാട്ടർ resources near your area if the organism reaches in the water resource. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓർഗാനിസത്തിൻ്റെ പേരെന്താണ്, ഇത് നമ്മളുടെ ആ ഒരു പിന്നെ പോണ്ടിലൊക്കെ എത്തിപ്പെട്ടാലുള്ള അവസ്ഥ എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ഏതാണ് ഈ ഓർഗാനിസം? ആഫ്രിക്കൻ മുഷിയാണല്ലേ, അല്ലെങ്കിൽ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്. നോക്കിക്കേ, ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഈസ് ദ ഫിഷ് ഫൗണ്ട് ഇൻ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്പിൾ വെരി ക്വിക്ക്ലി. ദേ ആർ ഫൗണ്ട് ഇൻ ആൻ ഇൻവേസീവ് ഫിഷ് ഇൻ സം വാട്ടർ ബോഡീസ് ഓഫ് കേരള. ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഫീഡ് ഓർ native fish in water body. The organism that feed on African catfishes are not found in our water bodies. ഇവിടെ എന്താണ് പറഞ്ഞത്? ഈ ആഫ്രിക്കൻ
ക്യാറ്റ് ഫിഷ് അല്ലെങ്കിൽ ഈ മുഷി എന്ന് പറയുന്നത് ഒരു ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ഫിഷാണ്. ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ ഒരു അധിനിവേശ ജീവി. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ കുളത്തിൽ വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും, പെട്ടെന്ന് ബാക്കിയുള്ള ആ ഒരു പോണ്ടിലുള്ള മറ്റ് ഫിഷുകളെ പെട്ടെന്ന് ഭക്ഷണമാക്കാൻ തുടങ്ങുകയും ഇതിനെ ഭക്ഷണമാക്കുന്ന ജീവികൾ പോണ്ടിലുണ്ടാവില്ല. അതായത് ഈ ഒരു മുഷി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിനെ ഭക്ഷണമാക്കാൻ ആ കുളത്തിൽ വേറെ ജീവികളില്ല. അതുകൊണ്ട് ഈ മുഷി പെട്ടെന്ന് പെരുകാൻ തുടങ്ങും. ഓക്കെ, അത് പെട്ടെന്ന് പെരുകാൻ തുടങ്ങുകയും ആ പോണ്ടിലുള്ള മറ്റ് ഫിഷുകളെയും ജീവികളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇവ ഭക്ഷണമാക്കാൻ തുടങ്ങും. അതാണ് ഈ ഒരു ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ സി ചോദ്യമാണ്, ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദ കളർ ഇൻ ദ പ്ലാന്റ് ആൻഡ് ദ പിഗ്മെൻറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ കളേഴ്സ്. എക്സാമിൻ ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഓപ്ഷൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, നമ്മളുടെ ആ ഒരു ചെടികൾക്കൊക്കെ നിറം കൊടുക്കുന്ന നിറവും അതേപോലെ അത് കൊടുക്കുന്ന കുറച്ച് പിഗ്മെൻറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടല്ല ഇത് അറേഞ്ച് ചെയ്തത്, അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പറയാം. ഇവിടെ ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ. സിമ്പിളാണല്ലേ, പച്ച നിറമൊക്കെ ക്ലോറോഫിലാണ് കൊടുക്കുന്നത്. പിന്നെ റെഡ് നിറം കൊടുക്കുന്നത് ഏതാണ്, റെഡ് നിറം ആന്തോസിയാനിനാണ് കൊടുക്കുന്നത്. പിന്നെ ഓറഞ്ച് നിറം കൊടുക്കുന്നത് ഏതാണ്, പിന്നെ കെറോട്ടിനാണ്. പിന്നെ യെല്ലോ കൊടുക്കുന്നത് സാന്തോഫിലാണ്. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ സി എന്ന് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് എ. Figure 1 and 2 shows the gaseous exchange that take place in plant during day and night. Observe figure 2 and write down the gases എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, എയും ബിയും. അത് രാവിലെയും രാത്രിയും നടക്കുന്ന പ്ലാന്റ്സിൽ നടക്കുന്ന ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന്. ബിയിൽ അവിടെ എ ബി എന്ന് പറഞ്ഞിട്ട് അവിടെ വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് പൂരിപ്പിക്കാനാണ്. അതായത് രാത്രി പ്ലാന്റ്സൊക്കെ എന്താണ് അബ്സോർബ് ചെയ്യുന്നത്, എന്താണ് പുറത്തേക്ക് വിടുന്നതെന്ന് നിങ്ങൾ എഴുതണം. എന്തായിരുന്നു അബ്സോർബ് ചെയ്യുന്നത് രാത്രി? അതെ, രാത്രി അവർ അബ്സോർവ് ചെയ്യുന്നത് നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ഓക്സിജനാണ് പ്ലാന്റ്സ് ഉള്ളിലേക്ക് എടുക്കുന്നത്. റിലീസ് ചെയ്യുന്നത് എന്താണ്, കാർബൺ ഡയോക്സൈഡുമാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഓക്സിജനാണ്, ബി എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡാണ്. ഈ ഒരു ചോദ്യത്തിന് ഇവിടെ നിങ്ങൾക്ക് 2 മാർക്കാണ് ലഭിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഞാൻ മാർക്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് എക്ക് 2 മാർക്ക്, ബിക്ക് 2 മാർക്ക്, പിന്നെ സിക്ക് 1 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി അടുത്ത ചോദ്യം നോക്കാം, ബി ചോദ്യം. അപ്പോൾ ഇവിടെ ബി ചോദ്യം നോക്കിയാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അക്കോർഡിംഗ്ലി. അപ്പോൾ ഇവിടെ ഒഴിഞ്ഞു പോയ ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തത്, ഐ പ്രിപ്പയർ ഫുഡ് ഫോർ മൈസെൽഫ് ബട്ട് ഐ അബ്സർവ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ഇവിടെ എന്താണ് പറഞ്ഞത്, ഞാൻ സ്വയം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസും വാട്ടറും ഒക്കെ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ് ഞാൻ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതാരായിരുന്നു, അത് എങ്ങനത്തെ പ്ലാന്റ്സ് ആയിരുന്നു, അല്ലെ ലൊറാന്തസ് ആയിരുന്നു. ഇത്തിൽക്കണ്ണിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവർ ഏത് പ്ലാന്റിൻ്റെ മുകളിലാണോ നിൽക്കുന്നത് അവരവിടെ വളരാൻ തുടങ്ങും. ഓക്കെ, പക്ഷെങ്കിൽ അവർ സ്വന്തമായിട്ടാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, മറ്റ് ആ ഒരു ഏത് പ്ലാന്റിൻ്റെ മുകളിലാണോ നിൽക്കുന്നത് അതിൻ്റെ മിനറൽസും വാട്ടറും അബ്സോർവ് ചെയ്തിട്ടാണ് ഇവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ലൊറാന്തസ് ആണ് എയുടെ ആൻസർ. ബി വാൻഡനെ കുറിച്ചാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തത് വാൻഡിനെ കുറിച്ച് എന്ത് പറയും? ഐ പ്രിപ്പയർ ഫുഡ് മൈസെൽഫ്, ഐ അബ്സോർവ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ, ഐ ഡിപ്പെൻഡ് ഹോസ്റ്റ് പ്ലാന്റ് ഓൺലി ഫോർ ഹാബിറ്റേറ്റ്. ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് ഈ വാൻഡ എന്ന് പറയുന്നത് മരവാഴയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതും ഒരു പ്ലാന്റിൻ്റെ മുകളിലാണ് കാണപ്പെടുന്നത്. പക്ഷെങ്കിൽ അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവർ ഈ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ വാട്ടറോ മിനറൽസ് ഒന്നും അബ്സോർവ് ചെയ്യുന്നില്ല. അവർ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് വാട്ടറൊക്കെ അബ്സോർവ് ചെയ്യുന്നത്. പിന്നെ ഹാബിറ്റേറ്റിന് വേണ്ടി മാത്രം, ഒരു വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് അവർ മറ്റുള്ള പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാത്രം. ഇനി സി ആണ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഓൾ ഓർഗാനിസം യൂസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫോർ റെസ്പിറേഷൻ. എല്ലാ ഓർഗാനിസവും പിന്നെ ഓക്സിജന് കാർബൺ ഡയോക്സൈഡാണ് റെസ്പിറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത്,
ഇനി രണ്ടാമത്തതാണ് കാർബൺ ഡയോക്സൈഡ് ഫോംഡ് ഇൻ പ്ലാന്റ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഡ്യൂറിങ് ഡേ ടൈം. അതായത് റെസ്പിറേഷൻ വഴി ഫോം ചെയ്തിട്ടുള്ള ഈ കാർബൺ ഡയോക്സൈഡ് ഡേ ടൈമിൽ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് പ്ലാന്റ്സ് യൂട്ടിലൈസ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. നാലാമത്തത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ് ഒക്കെ ത്രൂ ദ മൈന്യൂട്ട് പോഴ്സ് കോൾഡ് സ്റ്റൊമാറ്റ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റായിട്ടുള്ളതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ഇതിൽ കറക്റ്റായിട്ടുള്ളത് നോക്കിക്കേ. ഇവിടെ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 2, 3, 4 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഫോംഡ് ഇൻ പ്ലാന്റ്സ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ വഴി ഫോം ചെയ്യുന്നത് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അറ്റ്മോസ്ഫിയർ കാർബൺ ഡയോക്സൈഡ് ഫോട്ടോസിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് പ്ലാന്റ്സിൽ ഒരു സ്മോൾ പോഴ്സ് ആയിട്ടുള്ള സ്റ്റൊമാറ്റോ വഴിയാണ്. ഈ 4 ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ എ ആണ് കറക്റ്റ്. ഇതിന് 1 മാർക്കാണ്, ബിക്ക് 2 മാർക്കും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനാണ്. ദിസ് ക്വസ്റ്റ്യൻ ഹാസ് 2 പാർട്ട് ഫോർ എ ആൻഡ് ബി. ആൻസർ either ഫോർ എ ഓർ ബി. അതായത് 2 പാർട്ടുകളുണ്ട്, എയും ബിയും എന്ന് പറഞ്ഞ 2 പാർട്ടുകളുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു പേപ്പർ കട്ടിങ്സ് ആണ് കൊടുത്തത്. ഡെങ്കി ഫീവർ സ്പ്രെഡ്. ഡെങ്കി ഫീവർ നന്നായിട്ട് പരക്കുന്നുണ്ട്. Nilmala, dengue fever spread in Nilmala Panchayat. This disease is spread by an organism that lay egg in water in the discarded plastic bags. The Panchayat and the health department are taking necessary initial step to കൺട്രോൾ ഡെങ്കി ഫീവർ. അപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്തിൽ, നെൽമല എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചായത്തിൽ ഡെങ്കി ഫീവർ ഒന്നായിട്ട് പകരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ ഈ ഒരു പേപ്പർ കട്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ എ ചോദ്യമാണ്, വിച്ച് ഓർഗാനിസം സ്പ്രെഡ് ഡെങ്കി ഫീവർ? ഡെങ്കി ഫീവർ പരത്തുന്ന ഓർഗാനിസം ഏതാണ്? മോസ്കിറ്റോ ആണ്. ആൻസർ മോസ്കിറ്റോ എന്നാണ്. 1 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന്. പിന്നെ ബി, റൈറ്റ് 2 അതർ മെഷേഴ്സ് ടു അവോയ്ഡ് ദ കണ്ടീഷൻ വിച്ച് ഫേവർ ദ സ്പ്രെഡ് ഓഫ് ദിസ് ഓർഗാനിസം. അപ്പോൾ ഈ ഒരു അതായത് കൊതുക് ഇങ്ങനെ പരത്തുന്ന ഈ ഒരു ഡെങ്കി ഫീവർ തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് നമുക്ക് പറയാം, അവോയ്ഡിങ് വാട്ടർ ലോഗിങ്സ്, റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസ് ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ് ആർ ദ ഫ്യൂ വേസ് ടു പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കൊതുകുകൾ പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബ്രീഡിങ് നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാട്ടർ ലോഗിങ്, വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. റിമൂവ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസ്, നമ്മൾ ചുറ്റുമുള്ള ഈ ഗ്രാസ് അതേപോലെ വീഡ്സൊക്കെ, കളകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് വെട്ടി മാറ്റുക. പിന്നെ അത് മുട്ടയിടാനുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുക? നശിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ഏതെങ്കിലും 2 എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ 2 മാർക്ക് ലഭിക്കും. ഇനി സി ചോദ്യമാണ്, ദർ ആർ ഡിസീസസ് അതർ ദാൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എക്സാമിൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിട്ടുള്ളത് കുറച്ച് ഡിസീസിനെ കുറിച്ചാണ്. അത് ഏതൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ, അതേപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ്. നിങ്ങൾക്കറിയാലോ, കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ പകരുന്ന അസുഖം, പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ പകരാത്ത അസുഖങ്ങൾ ഏതാണ്? നമുക്കറിയാം, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, ഡയബറ്റിക് ഒക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ആണ്. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ എഴുതണം. ഹാർട്ട് ഡിസീസ് പറയാം, അതേപോലെ ക്യാൻസർ, മറ്റെന്ത് പറയാം, ഹെഡേക്ക് പറയാം. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നതാണ്, അതായത് പകരുന്ന അസുഖത്തിൽ വരുന്നതാണ് ഡെങ്കി ഫീവർ പറയാം, പിന്നെ ജോണ്ടിസ് പറയാം, ചിക്കൻ പോക്സ് ഒക്കെ ഇതിൽ പറയാവുന്നതാണ്. ഇനി 4B ആണ് എ ചോദ്യം. ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദ വേ ഇൻ വിച്ച് ഓർഗാനിസം എൻ്റർ ദ ബോഡി ആൻഡ് ദ ഡിസീസ് ദേ കോസ്. കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂറ്റബിളി. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞത് എങ്ങനെയാണ് ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്, ഏത് വഴിയാണ് എത്തുന്നതെന്നാണ് ചോദ്യം. വേസ് ഓഫ് എൻട്രി ഇൻ ടു ദ ബോഡി, നമ്മുടെ ശരീരത്തിൽ ഏത് വഴിയാണ് എത്തുന്നത്, ആ ഡിസീസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഇതേപോലെയാണ്. ത്രൂ സോയിലൂടെ പകരുന്ന ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് ടെറ്റനസ് എഴുതാം. ഓക്കെ, ടെറ്റനസ് അല്ലെങ്കിൽ പിന്നെ വേം ഡിസീസൊക്കെ ഇതിൽ വരും. പിന്നെ ട്യൂബർക്കുലോസിസ് പകരുന്നത് വായു വഴിയാണ്, ത്രൂ എയർ ആണ്. പിന്നെ ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ കോളറ, ടൈഫോയിഡൊക്കെ നിങ്ങൾക്ക് പറയാം, ഫുഡിലൂടെ വാട്ടറിലൂടെയൊക്കെ പകരുന്നത്. പിന്നെ ലെപ്രോസി ത്രൂ കോണ്ടാക്റ്റിലൂടെയാണ്, കുഷ്ഠരോഗം ഉണ്ടാകുന്നത് കോണ്ടാക്റ്റിലൂടെ.
ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി. 2 മാർക്കാണ്. ബി ചോദ്യമാണ് വി ക്യാൻ ടേക്ക് കെയർ ടു പ്രിവെൻറ്റ് ഡിസീസ് ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. റൈറ്റ് 4 അതർ മെഷർ ടു ടേക്കൺ കെയർ ടു പ്രിവെൻറ്റ് ഡിസീസസ്. അപ്പോൾ നമ്മളുടെ ഈ രോഗങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 പേഴ്സണൽ ഹൈജീൻ്റെ 4 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 4 പോയിന്റ് എഴുതിയാൽ മതി. ബാത്ത് ഡെയിലി, വാഷ് ഹാൻഡ് ബിഫോർ ഈറ്റിംഗ്, കട്ട് നെയിൽസ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന 4 പോയിന്റുകൾ എഴുതുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി സി ചോദ്യമാണ് എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റും റീസണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് ബഡ് റോട്ട് സ്പ്രെഡ് ക്വിക്ക്ലി ടു കോക്കനട്ട് ട്രീസ്. റീസൺ പ്ലാന്റ്സ് ഓൾസോ എഫക്റ്റ് ഇൻഫെക്ഷൻ ലൈക്ക് എനിമൽസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. സ്റ്റേറ്റ്മെൻറ്റും റീസണും ഇവിടെ കറക്റ്റാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ 5ാമത്തെ ക്വസ്റ്റ്യനാണ്. 2 ആൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അമ്മയും കുട്ടിയാന്ന് തോന്നുന്നു അല്ലേ. ഐ ഡോണ്ട് ഹാവ് ഡിസീസ് ദെൻ വൈ ഷുഡ് ഐ ടേക്ക് ഇഞ്ചക്ഷൻ. എനിക്ക് അസുഖമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് അമ്മ പറയുന്നത്? ദാറ്റ് ഈസ് വാക്സിനേഷൻ. അത് വാക്സിനേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഡ് യു നോട്ടീസ് ദ കോൺവെർസേഷൻ? വാക്സിനേഷൻ ഷുഡ് ബി ടേക്കൺ ഇവൻ ദ ആബ്സെൻസ് ഓഫ് ഇൽനെസ്. വാട്ട് യുവർ ഒപ്പീനിയൻ ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് വാക്സിനേഷൻ അസുഖം അല്ലെങ്കിലും എടുക്കേണ്ടതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എഴുതാനാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസറാണ് ദ ബോഡി ഈസ് അനബിൾ ടു ഡെവലപ്പ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് സം കമ്മ്യൂണിക്കബിൾ ഡിസീസ് സച്ച് ആസ് പോളിയോ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി. അതായത് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ എതിരെയായിട്ട് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഇമ്മ്യൂണിറ്റി പ്രതിരോധം സൃഷ്ടിക്കാൻ നമ്മുടെ ബോഡിക്ക് കഴിയില്ല. We need to take vaccination to avoid such diseases. Through this, it will be possible to gain immunity. അപ്പോൾ അതിന് എതിരെയായിട്ട്, ഇങ്ങനത്തെ ഡിസീസിനെതിരെയായിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റി ലഭിക്കുള്ളൂ. ഓക്കെ, പുറമെ നിന്ന് നമ്മളുടെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് അതിനെതിരെയായിട്ട് ഇമ്മ്യൂണിറ്റി പ്രതിരോധം സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പുറമെന്ന് എന്തെടുക്കുകയാണ്? വാക്സിനേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇവിടുത്തെ ബി ചോദ്യമാണ് റീഡ് ദ സിറ്റുവേഷൻ ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ വായിക്കാനാണ്. റൈസ് ബാറ്റർ ഫെർമെൻറ്റ്. 2ാമത്തത് റിമൂവ് ഡേർട്ട് ഫ്രം ദ ക്ലോത്ത്സ്. 3 ഡീകമ്പോസസ് ഓർഗാനിക് റിമെയിൻഡ് ആൻഡ് ആഡ് ടു സോയിൽ. 4 ട്രാൻസ്മിറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1ാമത്തത് അരിമാവ് പുളിപ്പിക്കുന്നത്. പിന്നെ 2ാമത്തത് നമ്മളുടെ ഡ്രസ്സിലുള്ള ഡേർട്സ് റിമൂവ് ചെയ്യുന്നത്, അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യുന്നത്. പിന്നെ ഓർഗാനിക് മാറ്റർ ജീർണിപ്പിച്ചിട്ട് മണ്ണിലേക്ക് ലയിപ്പിക്കുന്നത്. പിന്നെ ട്രാൻസ്മിറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ഇങ്ങനെ പകരുന്ന രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ചൂസ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് മൈക്രോ ഓർഗാനിസം ആർ യൂസ്ഫുൾ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് മൈക്രോ ഓർഗാനിസം യൂസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു കേസ് ഏതൊക്കെയാണ്? സിറ്റുവേഷൻ 1ഉം 3ഉം ആണ്. അതായത് റൈസ് ബാറ്റർ ഫെർമെൻറ്റ് ചെയ്യുന്നതും, അതേപോലെ 3 എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? പിന്നെ ഡീകമ്പോസിഷൻ നടക്കുന്നത്, മണ്ണിലേക്ക് ജീർണിച്ച വസ്തുക്കൾ ലയിച്ച് ചെയ്യുന്നതുമാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ബി ആണ് ഇവിടുത്തെ കറക്റ്റ്. ഇനി സി ആണ് പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ എൻവയോൺമെൻറ്റൽ ഹൈജീൻ ആസ് എ പാർട്ട് ഓഫ് പോസ്റ്റർ എക്സിബിഷൻ ഓർഗനൈസ്ഡ് ബൈ ദ ഹെൽത്ത് ക്ലബ്ബ്. അതായത് ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഏതെങ്കിലും നല്ലൊരു ഹൈജീൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. 2 മാർക്കാണ് ഇതിന്. ബിക്ക് 1 മാർക്ക്, എക്ക് 2 മാർക്ക്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇനി 6ാമത്തെ ചോദ്യമാണ്. ഈ 6ാമത്തതിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എ നോക്കിക്കേ, ദ ഫങ്ഷൻ ഓഫ് ദ വാട്ടർ ഇൻ പ്ലാന്റ്സ് ആർ ഗിവൺ ബിലോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ വാട്ടർ ഫങ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സിലെ വാട്ടറിൻ്റെ ഫങ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തിനൊക്കെയാണെന്ന്. 1ാമത്തത് അവിടെ ഫോട്ടോസിന്തസിസ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കി 2 എണ്ണം നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 2 പോയിന്റ് എഴുതാം. 1ാമത്തത് അബ്സോർബ് മിനറൽസ് ഫ്രം സോയിൽ ആൻഡ് ടേക്സ് ഇൻ ടു ലീവ്സ്. അതായത് മണ്ണിൽ നിന്നുള്ള മിനറൽസ് റൂട്ട് വലിച്ചെടുത്തതിന് ശേഷം ഈ ജലത്തിൻ്റെ ആ ഒരു ഫങ്ഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു സഹായത്തോടെയാണ് ലീവ്സിലെത്തുന്നത്. 2ാമത്തത് ഇറ്റ് ടേക്ക് ഫുഡ് പ്രിപ്പയർ ഫ്രം ലീവ്സ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. എന്നിട്ട് ലീഫിൽ വെച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത്, പ്ലാന്റ്സിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് ഈ വാട്ടർ വഴിയാണെന്ന് ഓർത്തിരിക്കുക. ഈ 2 പോയിന്റ് നിങ്ങൾ എഴുതുക. ഇനി ബി ചോദ്യമാണ് സം ഇൻഫോർമേഷൻ ഫ്രം എ വാട്ടർ ടെസ്റ്റ് റിസൾട്ട് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു
കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തത്. കളറില്ല, ഓർഡർ അതായത് സ്മെല്ല് ഉണ്ട്, ബാക്ടീരിയ പ്രസൻ്റ് ആണ്. ക്യാൻ ദിസ് വാട്ടർ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്, എക്സ്പ്ലെയിൻ ദ റീസൺ. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ, ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസറാണ് നോ, ബിക്കോസ് ദിസ് വാട്ടർ ഹാസ് ഓർഡർ ആൻഡ് ബാക്ടീരിയ പ്രസൻറ്റ്. ഇതിൽ ഈ വെള്ളത്തിന് ഓർഡറും ഉണ്ട്, അതായത് സ്മെല്ലും ഉണ്ട്, അതേപോലെ ബാക്ടീരിയയും ഈ വെള്ളത്തിലുള്ളത് കൊണ്ട് കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ സി ചോദ്യമാണ്, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്തി എഴുതാനാണ്. എ എന്ന് പറയുന്നത് ദ ഹാർട്ട് കണ്ടെയ്ൻ ദ മോസ്റ്റ് വാട്ടർ ഇൻ ദ ഹ്യൂമൻ ബോഡി. അതേപോലെ ബി ദ ബ്ലഡ് കണ്ടെയ്ൻ ദ മോസ്റ്റ് വാട്ടർ ഇൻ ദ ഹ്യൂമൻ ബോഡി. സി ദ ബോൺ കണ്ടെയ്ൻ ദ മോസ്റ്റ് വാട്ടർ ഇൻ ദ ഹ്യൂമൻ ബോഡി. സി ദ ബ്രെയിൻ കണ്ടെയ്ൻ ദ മോസ്റ്റ് വാട്ടർ ഇൻ ദ ഹ്യൂമൻ ബോഡി. അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? സിമ്പിളാണല്ലേ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ബി ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിട്ടുള്ളത് രക്തത്തിലാണ്, അതായത് നമ്മുടെ ബ്ലഡിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത്. ഇനി 6B ആണ്, ലാസ്റ്റ് ചോദ്യമാണ്. വേരിയസ് സ്റ്റേജസ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ. അപ്പോൾ ഇവിടെ നമ്മളുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഇറ്റ് പെർമിറ്റ് ഇമ്പ്യൂരിറ്റി ടു സെറ്റിൽഡ്, ഇറ്റ് ഫിൽറ്റർ ലാർജ് ഇമ്പ്യൂരിറ്റീസ്, ഇറ്റ് ഡിസ്ട്രോയ് പാത്തോജൻ, ഇറ്റ് ഫിൽറ്റർ യൂസിങ് ഡിഫറെൻറ്റ് ലെയേർഡ് സേവ്സ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതേണ്ടത്? അപ്പോൾ ഇവിടെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ആദ്യം വരുന്നത് ഫിൽറ്റർ ലാർജ് ഇമ്പ്യൂരിറ്റി ആണ്. വലിയ വലിയ മാലിന്യങ്ങൾ ആദ്യം അരിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ ഇറ്റ് പെർമിറ്റ് ഇമ്പ്യൂരിറ്റി ടു സെറ്റിൽഡ്, അതിനുശേഷം ചെറിയ ഇമ്പ്യൂരിറ്റി ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി അടിഞ്ഞുകൂടാൻ വെക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഫിൽറ്റർ യൂസിങ് ഡിഫറെൻറ്റ് ലെയർഡ് ഓഫ് സേവ്സ്, പലതരം അരിപ്പകൾ ഉപയോഗിച്ചിട്ട് അരിച്ചു മാറ്റുന്നുണ്ട്. ലാസ്റ്റ് വൺ ഡിസ്ട്രോയ് പാത്തോജൻ അതായത് കീടാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതേ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി ബി ചോദ്യമാണ്, ദ എബിലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ടു ഫ്ലോട്ട് ഓൺ വാട്ടർ എനബിൾ അസ് ടു ട്രാവൽ ഓൺ എ റാഫ്റ്റ്, റൈറ്റ് 2 അതർ സിറ്റുവേഷൻ വെയർ ദീസ് എബിലിറ്റി ഈസ് യൂസ്ഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ഈ ഒരു കഴിവിനെ നമ്മൾ ട്രാവൽ ചെയ്യാനൊക്കെ റാഫ്റ്റിൽ തോണിയിലൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റ് 2 കാര്യങ്ങൾ കൂടെ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? കപ്പൽ യാത്ര പറയാം, പിന്നെ അതേപോലെ ലൈഫ് ജാക്കറ്റ് അല്ലേ, ലൈഫ് ജാക്കറ്റൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നില്ലേ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാൻ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എണ്ണം, കപ്പൽ യാത്ര അല്ലെങ്കിൽ തോണിയിലെ യാത്ര, ലൈഫ് ജാക്കറ്റിൻ്റെത്, സൈക്കിൾ ട്യൂബ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ ആണ്, 2 സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു വാട്ടർ സപ്ലൈ സിസ്റ്റം ആർ ഗിവൺ ബിലോ. അതായത് 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തത്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് വാട്ടർ ഫ്രം ദ റിവർ ആർ പ്യൂരിഫൈഡ് ആൻഡ് സപ്ലൈ ടു ഹോം ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ പർപ്പസസ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് വാട്ടർ ഫ്രം ദ റിവർ ഈസ് പമ്പ്ഡ് ഡയറക്ട്ലി ടു ദ ഹോംസ്. അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ. ഒന്നാമത്തത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള റിവറിലെ വെള്ളം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ടും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് വീട്ടിൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റിവറിന് ഡയറക്റ്റ് ആയിട്ടുള്ള വെള്ളം നമ്മൾ ഹോമിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ വീടുകളിലേക്ക് റിവറിൽ നിന്ന് പ്യൂരിഫൈ ചെയ്യാതെ ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. എ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. ബി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. സി സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ട്രൂ, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഡി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ഫോൾസ്. അപ്പോൾ ഇവിടുത്തെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, പക്ഷേ 2 ഫോൾസ് ആണ്. എ ആണ് കറക്റ്റായിട്ടുള്ള ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, എ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചോദ്യപേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നു അല്ലേ. നിങ്ങൾക്ക് എ ഗ്രേഡ് എളുപ്പത്തിൽ വാങ്ങാനുള്ള എല്ലാ തരം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്